വെൽക്കം ടു CK മല്ലൂസ്. മൈ സ്ട്രേഞ്ച് ഹീറോ എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ അന്ന് സേഹോ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഇതുവരെ നിനക്ക് ബോക്സിൻ്റെ വിഷയം സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഇങ്ങനെയാണോ കാര്യങ്ങൾ നീ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിലും ഇതിൽ കൂടുതലൊന്നും ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് അവൻ്റെ അമ്മ അവനോട് പറയുന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞ സമയത്തും അമ്മ ഇതുപോലെ പറഞ്ഞത് അവന് ഓർമ്മ വരുന്നു. അമ്മ തന്നെ ഒന്നിനും കൊള്ളരുതാത്തവനായി കാണുന്നത് അന്നും അവൻ്റെ മനസ്സിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അമ്മയുടെ പ്രതികരണം കാരണം സ്കൂളിലെത്തിയപ്പോഴും അവൻ മൂഡ് ഓഫ് ആയിരുന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അത് ശ്രദ്ധിച്ച ബോക്സു പരീക്ഷ കഴിഞ്ഞിട്ട് നീ എന്താണ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് എന്ന് അവനോട് ചോദിച്ചെങ്കിലും അവൻ മറുപടി ഒന്നും നൽകുന്നില്ല. അപ്പോഴാണ് കുറച്ച് മുന്നിലായി സോജിയോങ് പോകുന്നത് ബോക്സു കാണുന്നത്. അവൻ ക്ലാസ് ലീഡർ എന്ന് പറഞ്ഞ് പുറകിൽ നിന്ന് അവളെ വിളിക്കുന്നു. സോജിയോങ് അത് കേട്ട് പുഞ്ചിരിച്ചല്ലാതെ തിരിഞ്ഞു നോക്കുന്നില്ല. തൻ്റെ അമ്മയുടെ റെസ്റ്റോറൻറ്റിലെ നൂഡിൽസ് കഴിക്കാൻ വരുന്നു എന്ന് ബോക്സു വിളിച്ചു ചോദിച്ചപ്പോൾ അതുവരെ കേൾക്കാത്ത മട്ടിൽ നടന്ന സോജിയോങ് വരുന്നു എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കുന്നു. ബോക്സു അവൾക്കൊപ്പം സേഹോയെയും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബോക്സു അമ്മയ്ക്ക് കൂട്ടുകാരെ രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. സോജിയോങ് മുമ്പും അവിടെ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് ബോക്സ് അവളെ പരിചയപ്പെടുത്തിയത്. അവൾ കാണാൻ വളരെ സുന്ദരിയാണെന്ന് അമ്മ പറയുന്നുണ്ട്. പക്ഷേ കുറച്ച് കഴിഞ്ഞ് അവൾ കഴിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ കണ്ണ് തള്ളുന്നുണ്ട്. കൂടെ ഇരിക്കുകയായിരുന്ന ചേച്ചി സോജിയോങ്ങിനോടും സേഹോയോടുമായി സ്കൂളിലെ ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റായ നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ബോക്സുമായി കൂട്ടുകൂടിയിരിക്കുന്നത്? നിങ്ങളുടെ എന്തെങ്കിലും വീക്ക്നെസ് അവൻ അറിയാമോ എന്ന് ചോദിക്കുന്നത് കേട്ട് അമ്മ അവൾക്കൊരു അടി കൊടുക്കുന്നു. മോശം മാർക്ക് വാങ്ങി എന്ന് കരുതി അവൻ മിടുക്കനല്ല എന്നാണോ നീ പറയുന്നത്? മാർക്ക് കുറഞ്ഞെന്ന് കരുതി എന്താണ് കുഴപ്പമെന്നും അമ്മ പറയുന്നു. സേഹോ നൂഡിൽസ് കഴിക്കാതെ ഇരിക്കുന്നത് കണ്ട അമ്മ കാരണം ചോദിച്ചപ്പോൾ ഞാൻ മുമ്പ് ഇത് കഴിച്ചിട്ടില്ല, ഇതെങ്ങനെ കഴിക്കണമെന്ന് എനിക്കറിയില്ല എന്ന് അവൻ പറയുന്നു. അത് കേട്ട് എല്ലാവരും അമ്പരപ്പോടെ അവനെ നോക്കുന്നുണ്ട്. ബോക്സിൻ്റെ അമ്മ അത് വാങ്ങി സോസും പീസ് ചെയ്തിട്ട് അവൻ്റെ മുന്നിൽ വെച്ച് കൊടുത്തിട്ട് കഴിക്കാൻ പറയുന്നു. അവൻ അതിനകത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുന്നതിനാൽ നന്നായി കഴിക്കുന്നത് കണ്ട് അമ്മ അവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ഇതിന് നല്ല ടേസ്റ്റാണ്, ഞങ്ങൾ ഫ്രഷ് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, നിനക്ക് നിറച്ച് കഴിച്ചോളാൻ പറയുന്നു. അമ്മയുടെ സ്നേഹപ്രകടനം കണ്ടപ്പോൾ ബോക്സു സന്തോഷത്തോടെ താങ്ക് യു അമ്മ എന്ന് പറയുന്നു. അവൻ അമ്മയെന്ന് വിളിച്ചത് അവരുടെ ഉള്ളിൽ തൊടുന്നുണ്ട്. അവർ ഒന്നുകൂടി അവനെ കൊണ്ട് അങ്ങനെ വിളിപ്പിക്കുന്നു. കുറേ നേരം കൂടി അവരെല്ലാം സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നു. ബോക്സിൻ്റെ വീട്ടിലെ സ്നേഹവും സന്തോഷവും ഒരു തരത്തിൽ പറഞ്ഞാൽ സോജിയോങ്ങിൻ്റെയും സേഹോയുടെയും ജീവിതത്തിലില്ല. രണ്ടുപേരും അസൂയയോടെ ബോക്സിനെ നോക്കുന്നുണ്ട്. അവിടുന്ന് മടങ്ങുമ്പോൾ ബോക്സ് ഭാഗ്യവാനാണെന്ന് സേഹോ സോജിയോങ്ങിനോട് പറയുന്നുണ്ട്. അവൻ്റെ അമ്മ സിനിമകളിലൊക്കെ കാണാറുള്ള അമ്മമാരെ പോലെയാണ് എന്നും അവൻ പറയുന്നു. സോജിയോങ്ങും അത് സമ്മതിക്കുന്നു. അവൻ ആദ്യമായാണ് നൂഡിൽസ് കഴിക്കുന്നതെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ എന്ന് സോജിയോങ് ചോദിക്കുന്നുണ്ട്. സെലിബ്രിറ്റീസ് ഇൻ്റർവ്യൂവിലൊക്കെ പോർക്ക് ബില്ലി ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്നൊക്കെ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ കാര്യവും അതുപോലെയാണോ എന്ന് അവൾ ചോദിക്കുന്നു. പോർക്ക് ബെല്ലിയോ? അതും ഇതുപോലെ ടേസ്റ്റിയാണോ? എങ്കിൽ നമുക്ക് അതും കൂടി കഴിക്കാനൊന്ന് പോയാലോ? 18 വർഷങ്ങൾ നൂഡിൽസ് കഴിക്കാൻ പറ്റാതെ പോയല്ലോ എന്നുള്ളത് തന്നെ എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നുണ്ട്. അതിനി എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞവൻ ചിരിക്കുന്നു. അവൻ്റെ ചിരി കണ്ടപ്പോൾ നീ മനസ്സ് തുറന്ന് ചിരിക്കുന്നത് ഞാൻ ആദ്യമായാണ് കാണുന്നത്. സാധാരണ നീ ഇങ്ങനെ പല്ലുളിക്കുക മാത്രമാണ് ചെയ്യാറുള്ളത്. നീ ചിരിക്കുമ്പോൾ ശരിക്കും ഭംഗിയുണ്ട് എന്നവൾ പറയുന്നു. അന്ന് രാത്രി സേഹോ മുറിയിലിരുന്ന് കണ്ണാടിയിൽ നോക്കി പുഞ്ചിരിച്ച് നോക്കുന്നുണ്ട്. ഓർമ്മകളിൽ നിന്ന് ഉണരുമ്പോൾ ഓഫീസ് മുറിയിൽ ഇരിക്കുന്ന സേഹയോട് സോജിയോങ്ങിൻ്റെ ഇപ്പോഴത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വിവരിക്കുകയാണ് യൂൻ. അവളുടെ മുത്തശ്ശി സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റാണ്. അവർക്കിടയ്ക്കിടയ്ക്ക് ന്യൂമോണിയ പിടിപെടുന്നത് കൊണ്ട് മിക്കവാറും ICU ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഹോസ്പിറ്റൽ ബിൽ മാത്രം നല്ലൊരു തുക സോജിയോ കണ്ടെത്തണമെന്നും അയാൾ സേഹോയെ അറിയിക്കുന്നു. ഞാനിത് അന്വേഷിച്ച വിവരം അമ്മയോട് പറയരുതെന്ന് സേഹോ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നുണ്ട്. താൻ കാരണം ബോക്സുവിന് തുടർച്ചയായി കുറേ നാളത്തേക്ക് വോളണ്ടിയർ വർക്ക് ചെയ്യണമെന്ന ശിക്ഷ വിധിച്ചിരിക്കുന്നത് നോട്ടീസ് ബോർഡിൽ നോക്കുന്ന യങ്മിൻ കാണുന്നു. അവന് തൻ്റെ തെറ്റ് മനസ്സിലാകുന്നതിനാൽ പൂർണ്ണ മനസ്സോടെ തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റി അവൻ IV ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പണിഷ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള ക്ലീനിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ബോക്സുവിനെ കണ്ടുകൊണ്ടാണ് സോജിയോങ് അന്ന് സ്കൂളിലേക്ക് വന്നത്. നീ ചെയ്തതിൻ്റെ ഫലമല്ലേ, അനുഭവിച്ചോ? വൃത്തിയായി ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിക്കോളാം എന്ന് പറഞ്ഞവൾ അകത്തേക്ക് കയറിപ്പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ ഒരു സാർ അവൻ്റെ അരികിലേക്ക് വന്ന് എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ മാ യങ് ജുൻ ആണ് എന്ന് പരിചയപ്പെടുന്നു. എനിക്കറിയാം, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാറല്ലേ എന്ന് ബോക്സ് പറഞ്ഞപ്പോൾ നീ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിക്കോ, ഓർമ്മയുണ്ടോ എന്ന്. നോക്കാമല്ലോ എന്ന് പറഞ്ഞ അദ്ദേഹം അവൻ്റെ മുന്നിലേക്ക് കുറച്ചുകൂടി എടുത്ത് നിൽക്കുന്നു. അവനെ ഓർമ്മ വന്ന ബോക്സ് വിശ്വാസം വരാതെ അവൻ്റെ മുഖത്ത് പിടിച്ച് തിരിച്ചു മറിച്ചുമെല്ലാം നോക്കുന്നു. എപ്പോഴും ബ്രെഡ് വാങ്ങാൻ പോലുള്ള മായല്ലേ ഇത് എന്നവൻ ചോദിക്കുന്നു. അതേ എന്ന് പറഞ്ഞാൽ അവനെ കെട്ടിപ്പിടിക്കുന്നു. നീ എന്നെ ഓർക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ നിൻ്റെ ഫ്രണ്ട് തന്നെയാണ്. അന്ന് നീ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ. ഇപ്പോൾ ഞാൻ അധ്യാപകനായതുകൊണ്ട് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഉറപ്പായും ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അവന് കൈ കൊടുത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകുന്നു. വൈൽഡ് ഫ്ലവർ ക്ലാസ്സിലെ കുട്ടികൾ തങ്ങളുടെ സ്വതസിദ്ധമായ പലവിധ കലാപരിപാടികൾ മുഴുകിയിരിക്കുമ്പോഴാണ് യങ്മിൻ തൻ്റെ സാധനങ്ങളുമായി അവിടെ കയറി വന്നത്. ഇന്നു മുതൽ ഞാൻ ഈ ക്ലാസ്സിലേക്ക് ട്രാൻസ്ഫറായി എന്ന് സന്തോഷത്തോടെ കുട്ടികളോട് പറഞ്ഞിട്ട് അവനൊരു ടേബിൾ പിടിച്ച് ബോക്സിനരികിലേക്കിട്ട് അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുന്നു. നീ എന്തിനാണ് ഈ ക്ലാസ്സിലേക്ക് വന്നത്? നിന്നെ സ്കൈ ക്ലാസ്സിലേക്കല്ലേ ട്രാൻസ്ഫർ ചെയ്തത്? ഈ സ്ഥലം എന്താണെന്ന് നിനക്കറിയില്ലേ എന്ന് ബോക്സ് ചോദിക്കുന്നു. കാട്ടുപൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് എന്ന് പറഞ്ഞ് ചിരിയോടെ അവൻ ബോക്സിൻ്റെ അടുക്കൽ ഇരിക്കുന്നു. ഞാനിതുവരെ നിനക്ക് പെർമിഷൻ തന്നില്ല. നമ്മൾ തമ്മിൽ വല്ല ബന്ധമുണ്ടെന്നാണോ നീ കരുതുന്നതെന്ന് ബോക്സ് പറഞ്ഞപ്പോൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ എന്ന് യങ്മിൻ പറയുന്നു. ഞാൻ നിന്നേക്കാൾ 9 വയസ്സ് മൂത്തതാണ്, എന്നെ ചേട്ടാ എന്ന് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ബോക്സ് പറയുന്നു. ക്ലാസ്സിലെത്തുന്ന സോജിയോങ് യങ്മിൻ അവിടേക്ക് ട്രാൻസ്ഫറായി വന്നതാണെന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. മുകളിലേക്ക് പോകാൻ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല, താഴേക്ക് വരാനെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്തോട്ടെ എന്ന് യങ്മിൻ പറയുന്നത് കേട്ട് ബോക്സ് പുഞ്ചിരിക്കുന്നുണ്ട്. ഗുണ്ടത്തലവൻ സെങ്കു ആബ്സെൻ്റ് ആയിരിക്കുന്നത് കണ്ട് അവൻ വരുമ്പോൾ എന്നെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി എന്ന് പറയണം എന്ന് അവൾ കുട്ടികളോട് പറയുന്നു.
ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അവൾ യങ്മിനെ പുറത്തേക്ക് മാറ്റി നിർത്തി, ഈ ക്ലാസ്സിൽ ഇരിക്കേണ്ടവനല്ല നീ, ഇവിടെയുള്ള കുട്ടികളെക്കാളൊക്കെ ഒരുപാട് മുകളിലാണ്, സ്കൈ ക്ലാസ്സിലേക്ക് പോകുന്നത് തന്നെയാണ് നിനക്ക് നല്ലത്, ഈ ക്ലാസ് ഒരു യുദ്ധഭൂമി പോലെയാണ് എന്ന് അവൾ ഉദ്ദേശിക്കുന്നു. ഇത് യുദ്ധഭൂമിയാണെങ്കിലും ഇവിടെ എനിക്ക് കുറെ കൂട്ടുപോരാളികളെ കിട്ടും, ഞാനിവിടെ ഒരിക്കലും തനിച്ചാവില്ല, എനിക്ക് മുറിവേറ്റാൽ എന്നെ ശുശ്രൂഷിക്കാൻ ഇവിടെ ഒരു ടീം ഉണ്ടാകും, വീണുപോയാൽ എന്നെ താങ്ങാൻ ഞങ്ങളുടെ ലീഡറും ഇവിടെ ഉണ്ട് എന്നവൻ ബോക്സിനെ നോക്കി ചിരിയോടെ പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കയറി പോകുന്നു. ലഞ്ച് എടുക്കാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള വിഭാഗങ്ങളിലേക്ക് നോക്കി നിൽക്കുന്ന യങ്മിനോട് ഇതൊക്കെ കണ്ടപ്പോൾ IV ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ബോക്സ് ചോദിക്കുന്നു. പച്ചക്കറികൾ എൻ്റെ ഹെൽത്തിന് വളരെ നല്ലതാണെന്ന് സ്വയം പറഞ്ഞ് വിശ്വസിപ്പിച്ച് യങ്മിൻ ഫുഡുമായി മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് ബോക്സുവിൻ്റെ പാത്രത്തിലേക്ക് പതിവിൽ കൂടുതൽ കറി നിർത്താതെ വിളമ്പുന്നത് കണ്ട് അവൻ മുഖമുയർത്തി നോക്കിയപ്പോഴാണ് വിളമ്പാൻ നിൽക്കുന്നത് മിഞ്ചിയാണെന്ന് അവൻ കാണുന്നത്. നീ എന്താണ് ഇവിടെ, നിനക്ക് ജോലിയില്ലേ എന്ന് ബോക്സ് ചോദിച്ചപ്പോൾ നിന്നെ പിന്തുടർന്ന് വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, നീ ഇല്ലാതെ ഒരു ജോലിയും ചെയ്യാൻ ഭയങ്കര ബോറാണ്, നീയാണെൻ്റെ എല്ലാം എന്ന് പറഞ്ഞവൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഡിഷ് അവൻ എടുത്ത് നീട്ടിക്കൊണ്ട് ഇനി നിന്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറയുന്നു. മടങ്ങിപ്പോകാൻ അവളോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലായി ബോക്സും അവിടെ നിന്ന് പോകുന്നു. കഴിക്കാനെത്തുന്ന സോജിയങ്ങിന് പതിവ് പോലെ തന്നെ ഭക്ഷണ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ചോറും കറികളും വീണ്ടും വീണ്ടും ചോദിച്ച് കൂടുതൽ വാങ്ങി മുന്നോട്ട് വന്നപ്പോഴാണ് അവൾ മിഞ്ചിയെ കണ്ടത്. നിനക്കിപ്പോഴും പഴയ പോലെ തന്നെ വിശപ്പുണ്ടല്ലോ എന്ന് മിഞ്ചി അവളെ കളിയാക്കി ചോദിക്കുന്നു. അവർ രണ്ടുപേരും പുറത്തെടുത്ത് മാറിയെന്ന് സംസാരിക്കുന്നതും നീ പഴയതുപോലെ തന്നെ ഇപ്പോഴും കള്ളം പറയാറുണ്ടോ, ഇനി ബോക്സുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ നിന്നെ ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് മിഞ്ചി ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇതൊക്കെ പറയാൻ നീ ആരാണ് എന്ന് സോജിയങ് തിരികെ ചോദിക്കുന്നു. ഞാൻ ബോക്സുവിൻ്റെ ഗേൾഫ്രണ്ടാണ്, കഴിഞ്ഞ 9 വർഷങ്ങളിൽ ഞാൻ അവനോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു, അവൻ എങ്ങനെയാണ് ഇത്ര നാൾ ജീവിച്ചതെന്ന് നിനക്കറിയാമോ എന്ന് മിഞ്ചി ചോദിക്കുന്നു. ഞാൻ അറിയേണ്ട കാര്യമുണ്ടോ എന്ന് സോജിയങ് ചോദിച്ചപ്പോൾ നിന്റെ പഴയ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവുമില്ലല്ലോ, നീ അറിയാൻ ശ്രമിക്കേണ്ട, ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, ഞാൻ എപ്പോഴും ബോക്സുവിനൊപ്പം തന്നെ ഉണ്ടായിരിക്കുമെന്ന് മിഞ്ചി പറയുന്നു. ബോക്സു ക്ലീനിങ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മിഞ്ചി ജോലി കഴിഞ്ഞ് അവനെ അന്വേഷിച്ചെത്തിയത്. അവളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവളുടെ തലയിൽ ചോറിൻ്റെ അംശം വച്ചു പിടിച്ചിരിക്കുന്നത് കണ്ട് അവൻ എടുത്തു മാറ്റിക്കൊണ്ട് നിൽക്കുന്നത് അതുവഴി വരികയായിരുന്നു സോജിയങ് കാണുന്നു. മിഞ്ചി അവളെ കണ്ടപ്പോൾ ഒന്നുകൂടി ബോക്സിൻ്റെ കൈ പിടിച്ച് തലയിലേക്ക് വയ്ക്കുന്നു. ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുമ്പോഴെങ്കിലും വൃത്തിയുടെ ഭാഗമായി നിനക്കൊന്ന് കുളിച്ചുകൂടെ എന്ന് ചോദിച്ചവൻ കൈ പിൻവലിക്കുന്നുണ്ട്. പക്ഷേ സോജിയങ് ഇതെല്ലാം കണ്ട് തിരിഞ്ഞു നടക്കുന്നു. അവൾ പോകുന്നത് ബോക്സും കാണുന്നു. അവൻ തിരികെ ക്ലാസ്സിലേക്ക് നടക്കുമ്പോൾ കൗൺസിലിംഗ് മുറിയിൽ ഇരുന്നവൾ നെഞ്ചിൽ തട്ടുന്നത് ബോക്സ് ഒളിഞ്ഞു നിന്ന് കാണുന്നു. ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വന്നപ്പോഴും അവൾക്ക് അതേ അസ്വസ്ഥത ഉണ്ടായിരുന്ന അവൻ ശ്രദ്ധിക്കുന്നു. യങ്മിൻ ഒഴികെ ആ ക്ലാസ്സിൽ ആരും തന്നെ പഠിപ്പിക്കുന്നൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ബ്രേക്ക് ടൈമിൽ ബോക്സ് സ്കൂളിലെ ഡിസ്പെൻസറിയിലെ ഡോക്ടറെ പോയി കണ്ട് സോജിയങ് ചെയ്തതുപോലെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് എനിക്ക് ദഹനക്കേടാണെന്ന് തോന്നുന്നു, മരുന്ന് വേണമെന്ന് പറയുന്നു. ഡോക്ടറുടെ രൂക്ഷമായ നോട്ടം കണ്ടപ്പോൾ ഞാൻ കള്ളം പറയുന്നതല്ല എന്ന് എടുത്തു പറയുന്നു. കള്ളമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നെടുത്ത് അവന് നൽകിയിട്ട് അസുഖമില്ലാത്തവർ ഇത് കഴിച്ചാൽ ആകെ പ്രശ്നമാക്കും, ശരിക്കും അസുഖമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല എന്നവർ പറയുന്നു. ബോക്സ് അത് വാങ്ങി കഴിക്കുമ്പോൾ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് ഇന്ന് എന്താണ് ഒരുപാട് ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി മരുന്ന് വാങ്ങാൻ വരുന്നതെന്ന് അവർ ചോദിക്കുന്നുണ്ട്. മിഞ്ചി ഓഫീസിലെത്തിയപ്പോൾ നൂഡിൽസ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലീജിയോ. അവൾ മേശപ്പുറത്തേക്ക് ചാടിക്കയറി ഇരുന്നുകൊണ്ട് ഇന്ന് നൂഡിൽസ് തന്നെയാണോ നീ കഴിക്കാൻ പോകുന്നതെന്ന് ചോദിച്ച് അവനെ വഴക്ക് പറയുന്നു. അവൾ കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരിക്കുന്നത് ലീജിയോങ് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ അവൾ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് എടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നു. ഞാൻ ബോക്സിൻ്റെ സ്കൂൾ ക്യാൻറ്റീനിൽ ജോലിക്ക് പോകാൻ തുടങ്ങി, അവിടുത്തെ IV ക്ലാസ്സിലെ മെനു ആണിത് എന്നും അവൾ പറയുന്നു. നീ എനിക്ക് വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണോ എന്നവൻ ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞവൾ അവൻ്റെ വായിലേക്ക് തിരികെ കയറ്റുന്നു. വെറുതെ കളയുന്നതിൽ നല്ലത് നിനക്ക് കൂടെ തരുന്നതല്ലേ എന്ന് അവൻ കേൾക്കാത്ത വിധത്തിൽ പറയുന്നുമുണ്ട്. ബോക്സ് മരുന്നുമായി സോജിയങ്ങിൻ്റെ റൂമിന് മുന്നിലെത്തിയപ്പോൾ വയറുവേദനയ്ക്കുള്ളതാണെന്ന് പറഞ്ഞ് സേഹ അവൾക്ക് മരുന്ന് നൽകുന്ന അവൻ കാണുന്നു. ഡോക്ടർ സൂചിപ്പിച്ചത് സേഹയെക്കുറിച്ചായിരിക്കുമെന്ന് അവൻ ഊഹിക്കുന്നു. അവൻ അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. അടുത്ത ദിവസം സേഹയുടെ ഓഫീസ് മുറിയിൽ നിന്ന് അവൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ച് എന്തെങ്കിലും തപ്പിയെടുക്കാൻ പറ്റുമോ എന്നറിയാൻ ബോക്സ് ആരുമില്ലാത്ത സമയത്ത് അവിടെ ഒരു തിരച്ചിൽ നടത്തുന്നു. അവിടെ നിന്ന് സ്കൂൾ കാലത്തെ സോജിയങ്ങിൻ്റെ പോലെ തോന്നിക്കുന്ന ഒരു വരച്ച ചിത്രം അവന് കിട്ടുന്നു. അതും കയ്യിൽ പിടിച്ച് സേഹ ഇതായിരുന്നു നിൻ്റെ ഉള്ളിൽ എന്ന് ബോക്സ് ചോദിക്കുന്നുണ്ട്. സോജിയങ് ക്ലാസ്സിലെത്തിയപ്പോൾ സെങ്കു അന്നും ആബ്സെൻ്റ് ആയിരിക്കുന്നത് കാണുന്നു. കാരണം ചോദിച്ചിട്ട് കുട്ടികൾക്ക് ആർക്കും അറിയില്ല. ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് ആർക്കെങ്കിലും അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് തിരച്ചിലും കഴിഞ്ഞ് ബോക്സ് ക്ലാസ്സിലേക്ക് കയറിയുന്നത്. വോളണ്ടിയർ വർക്ക് ചെയ്യേണ്ട ആവശ്യമാണെങ്കിലും ക്ലാസ്സിൽ കൃത്യസമയത്ത് തന്നെ എത്താൻ ശ്രമിക്കണം എന്നവൾ ബോക്സിനോടായി പറയുന്നു. ആകെ വിഷമത്തിൽ കയറി വന്ന അവൻ ഒന്നും പറയാതെ ഒരു വല്ലാത്ത രീതിയിൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സോജിയങ് ചോദിച്ചെങ്കിലും അവൻ ഒന്നും പറയാതെ സീറ്റിലേക്ക് ഇരിക്കുന്നു. ആരും കുഴപ്പത്തിൽ നിന്ന് ചാടരുത്, പ്രത്യേകിച്ച് ബോക്സു എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് പോകുന്നു. സ്റ്റാഫ് റൂമിലിരുന്ന് സംഗുവിൻ്റെ പേരൻസിനെ അവൾ കുറേ തവണ വിളിച്ചു നോക്കിയെങ്കിലും അവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മിസ്റ്റർ പാർക്കും അവളുടെ അടുത്ത് വിവരം അറിയാനായി നിൽക്കുന്നുണ്ടായിരുന്നു. അവനെന്തെങ്കിലും പറ്റിക്കാണുമായിരിക്കുമോ എന്നും അദ്ദേഹം സംശയിക്കുന്നു. ക്ലാസ്സിൽ ശ്രദ്ധിക്കാറൊന്നുമില്ലെങ്കിലും അവൻ ഇതുവരെ ക്ലാസ് മുടക്കിയിട്ടില്ല എന്ന് സോജിയോങ് അപ്പോൾ പറയുന്നുണ്ട്. മിഡിൽ സ്കൂളിലായിരുന്ന സമയത്ത് അവനായിരുന്നു ക്ലാസ് ടോപ്പ് സ്റ്റുഡൻറ്റ് എന്ന് മിസ്റ്റർ പാർക്ക് പറഞ്ഞത് സോജിയോങ്ങിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്തായാലും അവൻ്റെ ഫ്രണ്ട്സിനോടും കൂടി അവനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ അദ്ദേഹം അവളെ പറഞ്ഞേൽപ്പിക്കുന്നു. ക്ലീനിങ് ഡ്യൂട്ടിക്കിടയിൽ സോജിയോങ്ങിൻ്റെ ഫോട്ടോ എന്തിനായിരിക്കും സേഹ വരച്ചിട്ടുണ്ടാവുക എന്ന് ചോദിച്ച് മോപ്പിനോട് കല്ലി തീർക്കുകയാണ് ബോക്സ്. ഇടയ്ക്ക് അവൻ ദേഷ്യത്തിൽ മോപ്പ് വലിച്ചെടുത്ത് ഒന്ന് ചുറ്റിച്ചപ്പോൾ വെള്ളം തെറിച്ച് അവിടേക്ക് വന്ന സാറിൻ്റെ തലവഴിയെ വീഴുന്നു. തൽക്കാലം അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹം സോജിയോങ്ങിനൊപ്പം അവനെ വിളിപ്പിച്ച് വഴക്ക് പറയുന്നു.
അവൻ്റെ വോളണ്ടിയർ വർക്കിൻ്റെ മേൽനോട്ടം വഹിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിച്ച് അവളെയും കുറ്റപ്പെടുത്തുന്നു. അദ്ദേഹത്തോട് സോറി പറഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ വഴക്ക് കൽപ്പിക്കാൻ നിനക്ക് നാണമില്ലേ, നിനക്ക് എന്ത് പറ്റിയെന്ന് അവൾ ചോദിച്ചെങ്കിലും ഒന്നും മിണ്ടാതെ അവൻ നടന്നു പോകുന്നു. തനിച്ചൊരിടത്ത് മാറി നിന്ന് എനിക്ക് എന്താണ് പറ്റിയത്, പ്രതികാരം ചെയ്യാൻ വന്ന ഞാൻ ഇതെന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇനി എൻ്റെ ലക്ഷ്യം പറഞ്ഞ് ഞാനൊന്നും ചെയ്യില്ല എന്നൊക്കെ ബോക്സു തീരുമാനമെടുക്കുന്നു. ഒരു റൂമിൽ തനിച്ചിരിക്കുന്ന സെങ്കു ഫോണിലെ മിസ് കോൾ എല്ലാം കണ്ടെങ്കിൽ തിരിച്ച് സോജിയോ അങ്ങനെ വിളിക്കുന്നില്ല. അവൻ അമ്മയെ വിളിച്ച് നോക്കിയെങ്കിലും കുറേ നേരമായിട്ടും അവർ എടുക്കാത്തതിനാൽ അമ്മയുടെ കോൺടാക്ട് നമ്പർ ഡിലീറ്റ് ചെയ്യുന്നു. സെങ്വോ ബാറിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന വിവരം ഒരുപാട് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാർ അവളോട് പറഞ്ഞു കൊടുക്കുന്നു. അവൾ സെങ്വുവിനെ അന്വേഷിച്ച് അവിടേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾ ബോക്സുവിനെ കാണുന്നു. അവൻ്റെ ഒപ്പം അകത്തേക്ക് നടക്കുമ്പോൾ നീയും ഇവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ പ്രായപൂർത്തിയായ ആളാണ് എന്നവൻ പറഞ്ഞപ്പോൾ എന്നാലും നീ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് അല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അപ്പോഴാണ് സ്റ്റുഡൻ്റ് ആണെന്ന് മറച്ചു വെച്ച് അവിടെ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് മിനിമം ശമ്പളം പോലും നൽകാൻ തയ്യാറാവാതെ ബാറുടമ സെങ്വുവിനെ ഭീഷണിപ്പെടുത്തുന്നത് അവർ കാണുന്നത്. ദേഷ്യം വന്ന സെങ്കു അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിക്കുന്നത് കണ്ട് സോജിയോ ഓടിച്ച് അവനെ പിടിച്ചു മാറ്റുന്നു. അവളെ കണ്ട് സെങ്കു അമ്പരപ്പോടെ ടീച്ചർ അങ്ങനെ ഇവിടെ എത്തി, ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. പുറകിൽ നിൽക്കുന്ന ബോക്സിനോട് നീയാണോ പറഞ്ഞതെന്നും അവൻ ചോദിക്കുന്നു. ഞാനല്ല എന്നവൻ പറയുന്നു. ബോക്സിനെ കണ്ട് ബാറുടമ തനിക്ക് സപ്പോർട്ട് ചെയ്ത ഒരാളായല്ലോ എന്ന ധാരണയിൽ ഇവൻ സ്റ്റുഡൻ്റ് ആണെന്ന് മറച്ചു വെച്ചോടെ ജോലി ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ സൂജിയോങ് സംഗുവിനെ കുറ്റപ്പെടുന്നതിന് പകരം അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവനിന്ന് ഈ ജോലി മതിയാക്കിയാണ്, അതുകൊണ്ട് അവന് അവകാശപ്പെട്ട കൂലി നൽകിയേക്കാൻ പറയുന്നു. എന്നിട്ട് എത്ര രൂപയാണ് അവ തരാനുള്ളതെന്ന് ചോദിക്കുന്നു. അവൻ തുക പറഞ്ഞപ്പോൾ ബാറുടമ നിന്റെ ടീച്ചർക്കും ബോധമില്ലേ, നീ ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് അതെയാണല്ലോ എന്നോട് തർക്കിക്കാൻ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവളുടെ തോളിൽ പിടിച്ച് പുറകിലേക്ക് തള്ളുന്നു. ഇടപെടാനെന്നോണം ബോക്സ് മുന്നോട്ടായത് കണ്ട് നീ ഇടപെടണ്ട, നീയും ഒരു സ്റ്റുഡൻ്റില്ലേ എന്ന് അവൾ പറയുന്നു. നീയും ഒരു സ്റ്റുഡൻ്റ് ആണോ എന്ന് ബാറുടമ പുച്ഛത്തോടെ ചോദിക്കുന്നു. സോജിയോങ് അയാൾക്കരികിലേക്ക് ചെന്ന് അയാളുടെ ഷർട്ടൊക്കെ ഒന്ന് പിടിച്ച് നേരെയിട്ട് തടവിട്ട ശേഷം സെങ്കു അവിടെ ജോലി ചെയ്തുവെന്ന് സ്കൂളിൽ അറിഞ്ഞാൽ അവൻ എന്തെങ്കിലും ശിക്ഷ നൽകും, അതവിടെ തീരും. പക്ഷേ നിങ്ങൾ പ്രായപൂർത്തിയാക്കാത്ത ഒരാളുടെ ജോലി എടുത്തു എന്ന് ആളുകൾ അറിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് തന്നെ പൂട്ടി കെട്ടേണ്ടി വരും. ആ നഷ്ടം ഇപ്പോൾ ഇവന് കൊടുക്കാനുള്ള പണത്തേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്ന് വാണിംഗ് നൽകി അവൾ സെങ്വിനെയും പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നടക്കുന്നു. നിനക്ക് പേരൻസോ ഇല്ല, നല്ലൊരു ടീച്ചറിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ നീ നന്നായനെ എന്ന് സെങ്വിനോട് അയാൾ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ സോജിയ വീണ്ടും തിരിഞ്ഞെന്ന് പേരൻസ് ഇല്ലാത്തതിനാൽ എന്താണ് ഇത്ര തെറ്റ്, പേരൻസ് ഇല്ല എന്നറിഞ്ഞുകൊണ്ട് ഒരു സ്റ്റുഡൻറ്റിനെ ചൂഷണം ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ, നിന്റെ പേരൻസ് നിന്നെ ഇതാണ് പഠിപ്പിച്ചത് എന്ന് അവൾ കൈ ചൂണ്ടി ദേഷ്യത്തിൽ അയാളോട് ചോദിക്കുന്നു. അയാൾ അവളെ അടിക്കാൻ കൈവങ്ങിയപ്പോൾ അവൾ ആ കയ്യിൽ കയറി പിടിച്ചിട്ട് ദുർബലരായ മനുഷ്യരെ കൊച്ചാക്കുന്ന രീതിയിൽ ആധിപത്യം കാണിക്കുന്ന നിന്നെ പോലുള്ളവരോട് എനിക്ക് വെറുപ്പാണ് എന്ന് പറയുന്നു. ദേഷ്യം വന്ന അയാൾ അവളെ പിടിച്ച് പുറകിലേക്ക് തള്ളുന്നു. വീഴുന്നതിന് മുമ്പ് ബോക്സ് അവളെ താഴെ പിടിക്കുന്നു. എന്നിട്ട് അയാളുടെ കയ്യിലും മുറുകെ പിടിക്കുന്നു. ബോക്സു നീ എന്തിനാണ് ഇതിൽ ഇടപെടുന്നത്, എന്നെ വിടാൻ അയാൾ പറഞ്ഞപ്പോൾ എനിക്കും അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല, പേരൻസ് ഇല്ലാത്തവരെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ അയാളെ പുറകിലേക്ക് തള്ളിയിട്ട് ടീനേജേഴ്സിനെ ജോലിക്കെടുത്ത് പാതി ശമ്പളം നൽകുന്ന ഈ പരിപാടി നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടെന്ന് എനിക്ക് ഉറപ്പാണ്. ഞങ്ങളുടെ ടീച്ചർക്ക് കംപ്ലയിൻറ്റ് നൽകിയാൽ നിങ്ങളുടെ ബാറിൻ്റെ കാര്യം ഒരു തീരുമാനമാകും എന്നൊക്കെ ബോക്സ് പറയുന്നു. ഈ സമയം അത്രയും അവൻ്റെ കൈക്കുള്ളിൽ തന്നെയാണ് സോജിയോ. അവൾക്ക് എന്തൊക്കെയോ തോന്നുന്നുമുണ്ട്. അവളൊരു പ്രത്യേക ഭാവത്തിൽ നിൽക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും എന്താണ് ഈ ചെയ്യുന്നത്, നിങ്ങൾ ഡേറ്റിങ്ങിലാണോ എന്ന് ചോദിച്ച് ബാറുടമ അവർ രണ്ടുപേരെയും കൂടി ഒരു തള്ളു വെച്ച് കൊടുക്കുന്നു. പുറകിലെ ടേബിളിൽ ചെന്നിടിച്ച് അവർ താഴേക്ക് വീഴുന്നു. മേശപ്പുറത്ത് നിന്ന ബിയർ കുപ്പിയെല്ലാം കൂടി താഴേക്ക് വീഴുന്നുണ്ട്. കുപ്പിച്ചില് അവളുടെ ദേഹത്ത് വീഴാതിരിക്കാൻ ബോക്സ് അവളെ പൊതിഞ്ഞു പിടിക്കുന്നു. മുമ്പത്തെ പോലെ അവൻ്റെ മുഖത്ത് ഒരു ചെറിയ മുറിവ് ഇത്തവണയും പറ്റി. അവൾ അതിൽ തൊടാൻ കൈയുയർത്തിയെങ്കിലും അവൻ മുഖം മാറ്റിക്കൊണ്ട് ഞങ്ങളെ കയ്യേറ്റം ചെയ്തതിനും കൂടി കേസ് കൊടുക്കട്ടെ എന്ന് ബാറുടമയോട് അവൻ ചോദിക്കുന്നു. മറ്റു നിവൃത്തിയില്ലാതെ അയാൾ സെങ്വിൻ്റെ ശമ്പളം കൊടുക്കുന്നു. അവർ പുറത്തിറങ്ങുമ്പോൾ പിശാചുക്കളെ ഓടിക്കുന്ന രീതിയിൽ ഇനിമേലിൽ ഇവിടേക്ക് വരരുത് എന്ന് പറഞ്ഞാൽ അവരുടെ ദേഹത്ത് ഉപ്പ് വിതറുന്നുണ്ട്. സെങ്കു അയാളെ തിരിച്ചാക്രമിക്കാൻ ആഞ്ഞെങ്കിലും സോജിയോങ് അവനെ പിടിച്ചു നിർത്തി ശമ്പളം മുഴുവനും ഉണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. എണ്ണി നോക്കിയപ്പോൾ 1 രൂപ കുറവായതിനാൽ സോജിയോങ് അയാളെ തെറി വിളിക്കുന്നത് കേട്ട് അത് കുഴപ്പമില്ല, അയാൾ എടുത്തോട്ടെ എന്ന് സെങ്കു പറയുന്നു. സെങ്കു പോകാൻ തുടങ്ങിയപ്പോൾ സോജിയോങ് അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തിയെങ്കിലും എന്താണ് എന്നവൻ ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടിയൊന്നും പറയാൻ പറ്റാതെ കൈ പിൻവലിക്കുന്നു. ബോക്സ് തിരിഞ്ഞു നിന്ന് സെങ്കുവിനോട് നാളെ മുതൽ ക്ലാസ്സിൽ വന്നോണമെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഞാൻ വരാനിരിക്കുകയായിരുന്നു ചേട്ടാ എന്നവൻ പറയുന്നു. ഓക്കെ പറഞ്ഞ് ബോക്സ് മുന്നോട്ട് നടക്കുന്നു. സോജിയോങ് വീണ്ടും അവനെ പുറകിൽ നിന്ന് വിളിച്ചിട്ട് ചുറ്റിക്കറങ്ങി നടക്കാതെ നേരെ വീട്ടിലേക്ക് പോകാൻ പറയുന്നു. അവർ പോയി കഴിയുമ്പോൾ അവൾ കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പിന്നെയും ഓരോന്നിലും നീ എങ്ങനെയാണ് വന്ന് ഉൾപ്പെടുന്നത് ബോക്സ് എന്ന് സ്വയം ചോദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.